ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവില്ലേ എങ്ങനെയാണ് നമ്മൾ +2 എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലേ? അതിന് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും എത്ര സമയം വെച്ച് നമ്മൾ ചെലവഴിക്കണം. പല ആളുകളും എക്സാമിന് എഴുതി കഴിയുന്ന സമയത്ത് സാറ് സമയം കിട്ടിയില്ല ആൻസർ ചെയ്താൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അറിയോ, നിരന്തരമായിട്ട് റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. അപ്പോൾ സാർ അപ്പം നമ്മൾ എങ്ങനെ ടൈം മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ച സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് മക്കളെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളെ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ടൈം മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അഡപടലം മൂഞ്ചിട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പോൾ എങ്ങനെയാണ് നോക്കൂ, നിങ്ങൾ ക്വസ്റ്റ്യൻ പാറ്റേൺ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ ടൈം മാനേജ് ചെയ്തില്ലെങ്കിൽ ശരിക്കും കൊടുക്കും കേട്ടോ. നോക്കൂ, നിങ്ങളെ കയ്യിൽ ഒരു വാച്ച് നിർബന്ധമാണ് കേട്ടോ, ഒരു വാച്ച് നിർബന്ധമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. നമുക്ക് കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടാവും. നിങ്ങൾക്ക് അറിയുന്ന പോലെ 2.5 മണിക്കൂറാണ് എക്സാം. ഈ 2.5 മണിക്കൂർ കൂടാണ്ട് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടാവും. അപ്പോൾ ഈ കൂൾ ഓഫ് ടൈമിനെ നമ്മൾ എങ്ങനെയാണ് എഫക്റ്റീവ്ലി അല്ലേ നമ്മൾ അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. കൂൾ ഓഫ് ടൈമിൽ ഒരു കാരണവശാലും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ഒന്നാമത്തെ പാരഗ്രാഫ് 1 to 8 ഇല്ലടാ, 1 മുതൽ 8 വരെ പാരഗ്രാഫ് എന്ന് ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ പോയം ബേസ്ഡ് ചോദ്യം ചോദിക്കുക അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കളയരുത്. നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ അതിന് സമയം കളയരുത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ആൻസേഴ്സ് എല്ലാം 1 വേർഡ് ആൻസേഴ്സ് ആയിരിക്കും അല്ലെ, ഒറ്റ മാർക്കിനല്ലേ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പേജിൽ 1 മുതൽ 8 വരെ നമ്പർ ഇട്ട് വെച്ചോ. എങ്കിലും നിങ്ങൾ അവിടേക്കുള്ള ഉത്തരം അല്ലേ, ഉത്തരത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കരുത്. കാര്യം ആ ക്വസ്റ്റ്യൻ എങ്ങാനും ടഫായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ നിങ്ങൾ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറിനെ വിലയിരുത്തും. അയ്യോ ക്വസ്റ്റ്യൻ പേപ്പർ ടഫാണെന്ന് വിലയിരുത്തും. സോ ആ വിലയിരുത്തൽ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അതിന് ആൻസർ കണ്ടുപിടിക്കാൻ നിങ്ങൾ ആദ്യമേ പോവരുത്. നിങ്ങൾ ആദ്യം കൂൾ ഓഫ് ടൈമിൽ ചെയ്യേണ്ടത്, നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത് നോക്കൂ നിങ്ങൾ. അപ്പൊ ഇതിൽ നിന്ന് ഏതെല്ലാം ആൻസേഴ്സ് ആണ് ഞാൻ എഴുതേണ്ടത്, അങ്ങനെ പാർട്ട് 2 ഏതാണ് ഞാൻ ആൻസർ എഴുതേണ്ടത്, പാർട്ട് 3 ഏത് ആൻസർ എഴുതണം, പാർട്ട് 4 ഞാൻ ഏത് ആൻസർ എഴുതണം, പാർട്ട് 5 ഞാൻ ആൻസർ ഏതിന് എഴുതണം എന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളെ കൂൾ ഓഫ് ടൈം. അതിൽ ഏത് പാർട്ടാണോ നിങ്ങൾക്ക് ഈസി അതാണ് നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കറക്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഒരു സ്റ്റൈലിലേക്ക് കയറാം കേട്ടോ. നോക്കൂ, നിങ്ങൾക്ക് 1 മുതൽ 8 വരെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയുന്നത് പോലെ അല്ലെ, 15 മിനിറ്റ്. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഞാൻ ഈ തരുന്ന ടൈം നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി വെക്കേണ്ട സമയമാണ്. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി വെക്കേണ്ട സമയമാണ്. 1 മുതൽ 8 വരെ നിങ്ങൾക്ക് ഈ 1 മുതൽ 8 വരെയുള്ള ചോദ്യത്തിന് വെറും 15 മിനിറ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതിന്റെ അങ്ങേപ്പുറത്തേക്കും സമയം എടുക്കാൻ പാടില്ല. 9 മുതൽ 12 വരെ നിങ്ങൾക്ക് 6 മാർക്കിന്റെ അല്ലെ 3 മാർക്കിന്റെ വെച്ചിട്ടുണ്ട്, 2 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ടാവും. അതിന് നിങ്ങൾക്ക് 15 മിനിറ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. പിന്നെ 13 മുതൽ 20 വരെ 4 മാർക്കിൻ്റെതാണ് വരുന്നത്. 5 എഴുതാനുണ്ടാവും, 20 മാർക്ക് വരും. നിങ്ങൾക്ക് 35 മിനിറ്റ് എടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് ഒരു സമയം പോലും നിങ്ങൾ എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ടൈം മൊത്തം തെറ്റും. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇവിടെയാണ് നമ്മൾ 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. അതിന് എൻ്റെ മക്കൾക്ക് എത്ര ടൈം എടുക്കാം? 50 മിനിറ്റ് എടുക്കാം. പിന്നെ ലാസ്റ്റ് വരുന്ന 2 ക്വസ്റ്റ്യൻ ഉണ്ട്, പാർട്ട് 5. അതിന് നിങ്ങൾക്ക് 25 മിനിറ്റ് കൂടെ എടുത്തു കഴിഞ്ഞാൽ അവസാനം നിങ്ങളുടെ കയ്യിൽ 10 മിനിറ്റ് ബാലൻസ് കിടക്കും. ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒരു സമയം എഴുതി വെക്കണം: 15, 15, 35, 50, 25. ഇതെന്താണെന്നറിയോ? പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5. ഇങ്ങനെ 5 പാർട്ട് ഞാൻ ഈ സമയത്തിൽ കൂടുതൽ എടുക്കരുത് എന്നുള്ളത് നിങ്ങൾ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മേളിൽ എഴുതി വെക്കേണ്ട ടൈമാണത്. 15, 15, 35, 50 + 25 എഴുതി വെക്കണം. അപ്പൊ അതിൽ കൂടുതൽ ഒരു പാർട്ടിനും നിങ്ങൾ എന്ത് ചെയ്യരുത്, സമയം എടുക്കരുത്. ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. അതായത് 1 മുതൽ 8 വരെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കൂ, പാരഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ, അതുപോലെ പോയം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നോക്കൂ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നോ ഓപ്ഷൻ. ആ 8 മാർക്കിന് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ 80-ലാണ് നമ്മുടെ മാർക്ക് വരുന്നത് അല്ലേ. 80-ൽ അതിൽ 1 മാർക്കിന് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് 79 മാർക്കാവും. അതിൽ 2 മാർക്കിന് എഴുതിയിട്ടില്ലെങ്കിലോ നിങ്ങളുടെ മാർക്ക് 78 മാർക്കാവും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, നോ അതർ ഓപ്ഷൻ. സ്കിപ്പ് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല, കംപ്ലീറ്റ് എഴുതിയേ പറ്റൂ. അപ്പം നിങ്ങൾ ഫസ്റ്റ് പേജിൽ 1 to 8 വരെ നമ്പർ ഇട്ട് വെച്ചാൽ ഒരു ടെൻഷനും ഇല്ല. കാര്യം എന്താണെന്നറിയോ, നിങ്ങൾക്ക് അതിൽ ആൻസർ ചെയ്തതിൽ മസ്റ്റ് ആണ്, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഒരു ആൻസർ പോലും നിങ്ങൾ എഴുതാണ്ട ക്വസ്റ്റ്യൻ പിന്നെ എക്സാം ഹാളിൽ ലീവ് ചെയ്യരുത് എന്ന്. എല്ലാ ചോദ്യത്തിനും നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ എഴുതിയിരിക്കണം. ഇനി എങ്ങനെ സാറേ എഴുതുക? ഞാനുണ്ടല്ലോ നിങ്ങളെ കൂടെ, ഞാൻ ഓരോ
ഒന്നും പഠിപ്പിച്ചു തരാൻ വേണ്ടി പോവല്ലേ, ശ്രദ്ധിച്ച് കേട്ടോളൂ നിങ്ങൾ. സി ദെൻ പാർട്ട് 2 ഇതാണ് കേട്ടോ പാർട്ട് 1 എന്ന് പറയുന്നത്. ഇനി ഇതാണ് പാർട്ട് 2. സി പാർട്ട് 1 നിങ്ങൾ 15 മിനിറ്റ് സമയം മാത്രമേ എടുക്കാൻ പാടുള്ളൂ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 8 മാർക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് പാർട്ട് 2 എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ, 9 മുതൽ 12 വരെ ഉള്ളതാണ് പാർട്ട് 2. 3 മാർക്ക് വെച്ചിട്ട് 2 എണ്ണം, ടോട്ടൽ 6 മാർക്ക് അവിടെ കിട്ടും. ഞാൻ പറയുന്നു അതിനും നിങ്ങൾ 15 മിനിറ്റ് മാത്രമേ സമയം എടുക്കാൻ പാടുള്ളൂ. എത്ര മിനിറ്റ്? 15 മിനിറ്റ്. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഏരിയയാണ് നമ്മുടെ ഗ്രാമർ വരുന്നത്. അവിടെ ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് ചോദിക്കും, അതുപോലെ തന്നെ എഫ് ക്ലോസ് ചോദിക്കാം, ഫ്രേസൽ വെർബ് ചോദിക്കാം, കൊഹസീവ് ഡിവൈസ് ചോദിക്കാം, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ചോദിക്കാം അല്ലെ. പിന്നെ അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഏതായിരുന്നു ആ ചോദ്യം എന്നറിയോ? പിന്നെ ലൈക്ക് ഇഡിയംസ് അല്ലേ, ഇഡിയംസിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു കേട്ടോ. സി പിന്നെ നോക്കൂ, എഡിറ്റിംഗ് ഒരു പക്ഷേ ചോദിക്കാം, അതുപോലെ തന്നെ പോയിന്റിന്റെ ലൈൻ തന്നിട്ട് എലാബറേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നോക്കൂ 1 2 3 4 ഈ 4ന്ന് നിങ്ങൾക്ക് 1 മാത്രമേ സ്കിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള 3 നിങ്ങൾ എഴുതൽ നിർബന്ധമാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് നിങ്ങൾ എഴുതൽ എന്താണ് പറ, നിർബന്ധമാണ് മക്കളെ, വേറെ ഓപ്ഷൻ ഇല്ല. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ റിപ്പോർട്ട് സ്പീച്ച് ഞങ്ങൾക്ക് അറിയില്ല, ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക്. ഈ വീഡിയോന്റെ അടിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ ക്ലാസ് അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ വേണ്ട രൂപം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യണം. അതാ ഞാൻ ഈ വീഡിയോ ഇന്ന് നേരത്തെ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം കേട്ടോ. 3-ാം തീയതി നമുക്ക് എക്സാം ആണ്. ആ എക്സാമിന് മുന്നേ 28-ാം തീയതി നമ്മൾ ഈ വീഡിയോ ഇടാനുള്ള കാര്യം 28 കഴിഞ്ഞ് 1 2 ഈ 2 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് ഞാൻ ഇട്ടത് നാളെയും മറ്റന്നാളും നമ്മുടെ ലൈവിൽ ഏത് ക്ലാസ് ആണ്, എന്ത് രൂപത്തിലുള്ള ക്ലാസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ എന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഗ്രാമർ വേറെ നമ്മൾ ലൈവ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്കോഴ്സിന്റെ വേറെ ലൈവ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും റിവൈസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പാർട്ട് 3 ഇതാണ് പാർട്ട് 3 എന്ന് പറയുന്നത് കേട്ടോ മക്കളെ. നിങ്ങൾക്ക് എത്ര സമയം എടുക്കാൻ പറ്റുന്ന പറഞ്ഞ 35 മിനിറ്റ്സ്, 20 മാർക്ക് അവിടെ കിട്ടും. അതായത് 5 എഴുതണം നിങ്ങൾ 4 മാർക്കിന്. അപ്പൊ സാറ് എത്ര അല്ലെ ഒരു പേജ് നമുക്ക് കിട്ടിയാല് ഈ പേജിൽ നമ്മൾ ഈ 4 മാർക്ക് കിട്ടാൻ എത്ര എഴുതണം എന്ന് ചോദിക്കുന്ന കുട്ടികളോട് ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇതാണ് നിങ്ങളുടെ ഒരു പേജ് എങ്കിൽ നിങ്ങൾക്ക് 2 മാർക്കിനാണെങ്കിൽ അതിന്റെ 20% എഴുതിയാൽ മതി. ക്ലിയർ? 4 മാർക്കിനാണെങ്കിൽ ആ പേജിന്റെ പകുതി എഴുതി വെക്കണം, അപ്പോഴേ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടല് എന്ന്. ക്ലിയർ? 6 മാർക്കാണെങ്കിലോ ഇത് കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും പറ 6 മാർക്ക് കിട്ടുന്നത്. മനസ്സിലാകണ്ടോ? ഒരു ഹാഫ് പേജ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് 5 എഴുതാനുള്ളത്. അങ്ങനെ 20 മാർക്ക് കിട്ടാൻ വേണ്ടി പോവാണ് മക്കളെ. ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പൊ ഇതിൽ നിന്ന് എന്തെല്ലാം ക്വസ്റ്റ്യൻ ഉണ്ടാവും? അപ്പൊ ഇതിൽ നിന്ന് പ്രൊഫൈലിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും, അത് നമുക്കൊരു ഹാഫ് പേജിന്റെ ഉള്ളിൽ ഒതുക്കാൻ പറ്റുമല്ലോ അല്ലേ? ഒതുക്കാൻ പറ്റും. സി ഇമെയിൽ അല്ലെങ്കിൽ ലെറ്റർ എഴുതാനുണ്ടാകും, അത് ചിലപ്പോൾ ഒരു ഫുൾ പേജ് ആവും. നോ വറി അല്ലെ, കുറെ സ്പേസ് ആണ് അതിൽ കൂടുതൽ പോകുന്നത് അല്ലേ? അപ്പൊ നമ്മൾ കോണ്ടന്റ് ശരിക്കും നോക്കുന്ന സമയത്ത് ഒരു ഹാഫ് പേജുകളെ കോണ്ടന്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഫ്രമും ടു ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, അതിന് വലുതാക്കും. അപ്പൊ ഒരു പേജിൽ എത്തും, അപ്പോഴും 4 മാർക്ക് കിട്ടും കേട്ടോ. ദെൻ ഡൂസ് ആൻഡ് ഡോൺസ് അല്ലെങ്കിൽ സജഷൻസ് അഡ്വൈസ് ഒക്കെ എഴുതാനുണ്ടാകും, പിന്നെ നരേറ്റ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി സ്പീച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ അല്ലെ, അങ്ങനെ ഡിബേറ്റ് എഴുതാനുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനൗൺസ്മെന്റ്. ശ്രദ്ധിക്കണേ, ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് ആമിഗോ ബ്രദേഴ്സിലുള്ള 2 ആളുകൾ വന്ന സമയത്ത് ആ ആമിഗോ ബ്രദേഴ്സിലുള്ള ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് പറയാൻ പറഞ്ഞിരുന്നു. അത് എക്സാക്ട്ലി നമ്മുടെ അനൗൺസ്മെന്റ് ആണ്. കുറെ ആളുകൾ അവരുടെ മഹത്തായ സർവീസിന് വേണ്ടി അവരെന്ത് സർവീസാണ് ചെയ്തത്? ഇല്ല, അവര് പിന്നെ നിങ്ങൾക്ക് പറയാം അത്ലറ്റ്സ് ആണല്ലോ. ഇപ്പൊ അത്ലറ്റ്സിന് നമ്മളൊരു വേദിയിലേക്ക് അനൗൺസ് ചെയ്യൽ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യൽ എങ്ങനെയാണ്? ഒരു അനൗൺസ്മെന്റ് സ്റ്റൈലിലാണ്. സോ ഇൻട്രൊഡക്ടറി അനൗൺസ്മെന്റ് ആയിരുന്നു, അത് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അടുത്തത് ക്യാരക്ടർ സ്കെച്ച് ചെയ്താലുണ്ടാവും 4 മാർക്കിന്, ഒരു ഹാഫ് പേജിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇത്രയും ഓപ്ഷൻ തരുന്ന സമയത്ത്, പബ്ലിക്കിന് ഓപ്ഷൻ തരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് എത്ര മാത്രം സ്കിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ? 3 സ്കിപ്പ് ചെയ്യണം. 8 നിന്ന് 3 സ്കിപ്പ് ചെയ്താൽ ബാക്കി 5 നിങ്ങൾ എഴുതൽ നിർബന്ധമാണ്. അപ്പൊ നിങ്ങൾ അതിൽ ഏത് എഴുതും? ഒബ്വിയസ്ലി നിങ്ങൾ പ്രൊഫൈൽ എഴുതും, നിങ്ങൾക്ക് അറിയാം അല്ലെ. പിന്നെ നിങ്ങൾ ഇമെയിൽ എഴുതും, നമുക്കറിയാൻ പറ്റും. ഇൻട്രൊഡക്ടറി സ്പീച്ച് നമുക്കറിയാൻ പറ്റും. ഡൂസ് ആൻഡ് ഡോൺസ് ഒന്നും ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ 5 നിങ്ങൾ എഴുതി വെക്കണം. അപ്പൊ 20 മാർക്ക് കിട്ടി. ക്ലിയർ അല്ലേ മക്കളെ? ശ്രദ്ധിച്ച് കേട്ടോളൂ. 35 മിനിറ്റിൽ 1 മിനിറ്റ് പോലും തരുത്, കൂടുതൽ എടുക്കരുത്. അതായത് 5 35 മിനിറ്റ് കേട്ടോ. ഒന്നിന് നിങ്ങൾക്ക് ഏറിപ്പോയല്ലേ 6 5 6 30 അല്ലേ? യെസ്. അതുപോലെ തന്നെ ഒരു 6 മിനിറ്റും ചില്ലറ എടുക്കാൻ പറ്റും. അതിന് അങ്ങേപ്പുറത്ത് ഒരു ആൻസറും കയറി പോവാൻ പാടില്ല എന്ന്.
ക്ലിയർ? സി നെക്സ്റ്റ് നോക്കിക്കോളൂ, പാർട്ട് 4 ഇതാട്ടോ. പാർട്ട് 4 എന്ന് പറയുന്നത് ഇവിടെയാണ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. 21 മുതൽ 28 വരെ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ 6 മാർക്ക് വെച്ചിട്ടാണ്. അതായത് സി നിങ്ങൾക്ക് എക്സാം ഹാളിൽ കിട്ടുന്ന ഒരു ഷീറ്റ് കിട്ടൂലേ, അതിനാണ് അഡീഷണൽ ഷീറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു പുറത്തിനാണ് നമ്മൾ പേജ് എന്ന് പറയുക എന്ന്. ഈ ഒരു പേജിന്റെ ഒരു പുറം മുഴുവൻ എഴുതി വെക്കുന്ന സമയത്താണ് നമുക്ക് എത്ര മാർക്ക് കിട്ടുക പറ? 6 മാർക്ക് കിട്ടല്. ഈ 6 മാർക്ക് നമുക്ക് എന്തൊക്കെ എഴുതാനുണ്ടാവും പറ? റൈറ്റപ്പ് എഴുതാനുണ്ടാവും. ഒരു പേജ് നിറയെ റൈറ്റപ്പ് എഴുതുമ്പോൾ നമുക്ക് 6 മാർക്ക് കിട്ടും അല്ലെ? പിന്നെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ്. ഇവിടെ സത്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയോ? ഒരു ഹാഫ് പേജിന്റെ ആവശ്യമൊന്നുമില്ല, ഒരു ഫുൾ പേജിന്റെ ആവശ്യമില്ല, ഒരു പേജിന്റെ കംപ്ലീറ്റ് ആവശ്യം ഉണ്ടാവില്ല. കാര്യം നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അതിന് സിമ്പിൾ ആയിട്ട് ആൻസർ എഴുതി കഴിഞ്ഞാലും ആൻസർ ഉണ്ടോ, ചോദ്യം ഉണ്ടോ, ആൻസർ ഉണ്ടോ എങ്കിൽ 6 മാർക്ക് നമുക്ക് കിട്ടിയിരിക്കും അല്ലെ? സി അടുത്ത ലെറ്റർ ടു എഡിറ്റർ എഴുതാനുണ്ടാകും. നമുക്കറിയാൻ പറ്റും, അത് ഒബ്വിയസ്ലി ഒരു പേജ് ഉണ്ടാവും. പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ അല്ലെങ്കിൽ സെമിനാർ റിപ്പോർട്ടോ നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ റിവ്യൂ എഴുതാനുണ്ടാവും, അല്ലെങ്കിൽ കോൺവെർസേഷൻ മേക്കിംഗ് എഴുതാനുണ്ടാവും. ഇത് ഓരോ എക്സാമിനാട്ടോ. ഒരു എക്സാമിന് ഇവിടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ചോദിച്ചിരുന്നത്, മറ്റൊരു എക്സാമിന് അതിന് പകരം സെമിനാർ റിപ്പോർട്ടാണ് എഴുതാനുണ്ടായിരുന്നത്. ഒരു എക്സാമിന് റിവ്യൂ ചോദിച്ചു, പക്ഷെ മറ്റൊരു എക്സാമിന് പബ്ലിക്കിന് കോൺവെർസേഷൻ മേക്കിംഗ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ബ്ലോഗ്, ബ്ലർബ്. സി നോക്കൂ, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന 2 എണ്ണം സ്കിപ്പ് ചെയ്യാം. 2 എണ്ണം സ്കിപ്പ് ചെയ്യാം. അതായത് 7 എണ്ണം ഉണ്ടാവും. 1 2 3 4 5 6 7. ഈ 7 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ബാക്കി 5 എണ്ണം 5 6 30 മാർക്ക് നിങ്ങൾക്ക് എൻ്റെ മക്കൾക്ക് അവിടെ കിട്ടും. ശ്രദ്ധിച്ച് കേട്ടോണ്ടോ? ആകെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സമയം 50 മിനിറ്റ് ആണ്. 50 മിനിറ്റ് ശ്രദ്ധിക്കണേ. ഈ 50 മിനിറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു പുറം എഴുതി കഴിയേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഒരു സൈഡ് കഴിയണം. അടുത്ത 10 മിനിറ്റിൽ അടുത്ത സൈഡ് കഴിഞ്ഞിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് 50 മിനിറ്റ് വരെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എടുക്കാൻ പറ്റും. അപ്പം എൻ്റെ കുട്ടികൾക്ക് അവിടെ എന്ത് ചെയ്യും? 30 മാർക്ക് കിട്ടിയിരിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? ശ്രദ്ധിക്കണേ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, എങ്ങനെയാണെന്ന് അറിയോ? 200 വേർഡ്സിൽ എഴുതാനുണ്ടാകും. 200 വേർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സാർ എങ്ങനെ 200 വേർഡ്സിൽ നമ്മൾ ആൻസർ ചെയ്താ? അങ്ങനെ അറിയേണ്ട ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ അങ്ങനെ വന്നാൽ ഇപ്പൊ നിങ്ങൾ സാധാരണ ഒരു പേജ് എടുക്കാം. നിങ്ങളുടെ പേജില് നിങ്ങൾ മാർജിൻ വരച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതാട്ടോ, ഷീ വാസ് പ്ലേയിങ് ചെസ് എന്ന് ഇവിടെ എഴുതി. ഇപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി പോണ സമയത്ത് ഇവിടെ നോക്കൂ, ഷീ വാസ് എന്ന് പറയുന്ന ഒറ്റ വാക്കാക്കി എടുത്തു, പ്ലേയിങ് എന്ന് പറയുന്നത് 2ാമത്തെ വേർഡാക്കി എടുത്തു, ചെസ് എന്ന് പറയുന്നത് 3ാമത്തെ വാക്കാക്കി എടുത്തു അല്ലെ? വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ എഴുതി പോകുന്ന സമയത്ത് അങ്ങനെ ഒരു ലൈനിൽ നിങ്ങൾ എഴുത്ത് നോക്കുക, നിങ്ങളെ ഹാൻഡ് റൈറ്റിംഗ് നോക്കുക. നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ലൈനിൽ എത്ര വേർഡ്സ് കൊള്ളുണ്ട് നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ആവറേജ് ഒരു മനുഷ്യൻ്റെത് വലുതാക്കി എഴുതുകയാണെങ്കിൽ 5 വേർഡ് കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ചെറുതാക്കി എഴുതുകയാണെങ്കിൽ 7ഉം 8ഉം ഒക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. ഒരു ലൈനിൽ 8 വേർഡൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാനൊരു ആവറേജ് പറയാട്ടോ. 5 വേർഡാണ് ഒരു ലൈനിലെങ്കിൽ, ശ്രദ്ധിച്ച് കേട്ടോളൂ, ഒരു ലൈനിൽ നിങ്ങളുടെ 5 വേർഡ് ആണെങ്കിൽ 10 ലൈൻ എഴുതിയാൽ എത്ര വേർഡായി? 50 വേർഡായി. 20 വേർഡ് അല്ലെ ലൈൻ എഴുതി കഴിഞ്ഞാൽ എത്ര വേർഡായി പറ? 100 വേർഡായി. അപ്പൊ 40 ലൈൻ എഴുതി കഴിഞ്ഞാൽ 200 വേർഡിലേക്ക് എന്താവും? ആ സംഗതി കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണ് 200 വേർഡ്സ് നമ്മൾ എന്തെങ്കിലും മെഷർ ചെയ്യലെന്ന്. അപ്പൊ നിങ്ങളൊരു ആവറേജ് നോക്കണം. കുറെ കുട്ടികൾക്ക്, സ്പെഷ്യലി പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എഴുത്ത് വളരെ ചെറുതായിരിക്കും. സോ 8 ലൈൻ 8 വേർഡ്സും 9 വേർഡ്സും 10 വേർഡ്സ് ഒക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും കാണാൻ പറ്റൂല. ഈ നോക്കുന്ന ആളുകൾ വല്ല ലെൻസും ഇട്ട് പോയി നോക്കേണ്ടി വരും. അപ്പൊ അത്ര ചെറുതാക്കരുത്, ഇച്ചിരി വലുതാക്കിയൊക്കെ എഴുതിക്കോളുണ്ട്. നെക്സ്റ്റ് നോക്കിക്കോളൂ. ഈ 30 മാർക്ക് കഴിഞ്ഞിട്ടോ അടുത്തത് 29 മുതൽ 31 വരെ. ഇതോടുകൂടി നിങ്ങൾ എക്സാം അവസാനിക്കുകയാണ്. 2 എണ്ണം എഴുതണം. 2 × 8 ആട്ടോ. 2 × 8 16 മാർക്കാണ് മക്കളെ കിട്ടുക. 25 മിനിറ്റ് കേട്ടോ. 25 മിനിറ്റ്. ഈ 25 മിനിറ്റ് അതായത് 12 മിനിറ്റ്. മറ്റേ നമ്മൾ 6 മാർക്കിന് 10 മിനിറ്റ് ആണെങ്കിൽ 8 മാർക്കിന് നിങ്ങൾക്ക് 12 മിനിറ്റ് വരെ സമയം എടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് സാധാരണ ഉണ്ടാവില്ല +2 പോയം കമ്പാരിസൺ അല്ലെങ്കിൽ സ്പീച്ച് ഒബ്വിയസ്ലി ഉറപ്പായിട്ടുണ്ടാകുന്നതാണ്. പോയം കമ്പാരിസണും അതുപോലെ തന്നെ ജോബ് ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഉണ്ടാവും. അപ്പൊ ഈ സ്പീച്ച് ഒരു പക്ഷെ 6 മാർക്കിലേക്ക് എന്ത് ചെയ്യാം? ചാടാൻ സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ പോയം കമ്പാരിസണും സ്പീച്ച് ആയിരിക്കും, അല്ലെങ്കിൽ ജോബ് ആപ്ലിക്കേഷനും സ്പീച്ചും. ഇങ്ങനെ ആയിരിക്കും ചോദ്യം ചോദിക്കലെന്ന്. ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂമേ എന്ന് പറയുന്ന സാധനമല്ലേ? റെസ്യൂമേ എന്ന് പറയുന്നത് രണ്ടും കൂടെ ഒരുമിച്ചാട്ടോ ചോദിക്കല്. അല്ലെങ്കിൽ ഒരു എസ്സേ എഴുതാനുണ്ടാകും. ഇതിൽ നിന്ന് മക്കൾ 2 എണ്ണം എഴുതിയാൽ മതി. സ്കിപ്പ് ഓൺലി 1. 3 ഓപ്ഷനേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. 3 ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം പറ? 2 എണ്ണം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 × 8 16 മാർക്ക് കിട്ടും 25 മിനിറ്റിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് എഴുതി
കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നിങ്ങൾ എഴുതി വെക്കേണ്ട സമയമാണെന്ത് 15, 15, 35, 50, 25 ഇങ്ങനെ നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ അവസാനം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഒരു എക്സ്ട്രാ 10 മിനിറ്റ് കിട്ടും മക്കളെ, എക്സ്ട്രാ 10 മിനിറ്റ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങാനും ടഫ് ആണെങ്കിൽ ആ 10 മിനിറ്റ് കൂടെ നിങ്ങൾക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്ത് ചിന്തിച്ചിട്ട് കറക്റ്റ് ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇട്ടിട്ടുള്ള നമ്പർ ശരിയാണോ എന്ന് നിർബന്ധമായിട്ട് നോക്കുക. മൂന്നാമത്തെ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കൂ. ഇത് നിങ്ങളുടെ പേജ് ആണെങ്കിൽ നിങ്ങൾ മാർജിൻ വരച്ചു. 13ാമത്തത് സ്പീച്ചാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ എൻ്റെ മക്കൾ എങ്ങനെ എഴുതണമെന്ന് അറിയോ? സ്പീച്ച് എന്ന് എഴുതിയതിന് ശേഷം 2 കുത്ത് വര. ഈ 2 കുത്ത് വര ഇട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്ത് തുടങ്ങാൻ പാടുള്ളൂ, സ്പീച്ച് തുടങ്ങാൻ പാടുള്ളൂ. ഇനി അടുത്ത് 14ാമത്തെ നെറേറ്റീവ് ആണെങ്കിൽ 14 നിങ്ങൾ നെറേറ്റീവ് എന്ന് എഴുതി വെക്കുക, നെറേറ്റീവ് എന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യണം, എൻ്റെ 2 കുത്ത് വര. ഇനി അതിന് ശേഷം മാത്രമേ നെറേറ്റീവ് എഴുതാൻ പാടുള്ളൂ എന്ന്. അതെന്തിനാ സാർ അങ്ങനെ എഴുതുന്നത്? നോക്കുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിരിക്കും. എന്തെന്നറിയോ, ആ കുട്ടി സ്പീച്ചാണ് ഉദ്ദേശിച്ചത്, കുട്ടി അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ നെറേറ്റീവ് ആണ് അല്ലേ, എന്ത് ഈസി ആയിരിക്കും നോക്കാനല്ലേ. അപ്പൊ ഒരിങ്ങനെ സ്പീച്ചിന് അല്ലേ എത്ര 6 മാർക്ക്, ഓക്കെ സ്പീച്ചിന്റെ 6 മാർക്ക് അല്ലേ, നെറേറ്റീവിന് 6 മാർക്ക്, നെറേറ്റീവിന്റെ 6 മാർക്ക്, അങ്ങനെ അവർക്ക് മാർക്ക് ഇട്ടരാൻ വളരെ ഈസി ആയിരിക്കും. നോക്കുന്ന ആളുകൾക്ക് നമ്മൾ ഈസിനെസ് കൊടുക്കണം. അവസാന ഒരു പോയിന്റ്, ഈ വീഡിയോ ഞാൻ വീണ്ടും പറയുന്നു, മുഴുവൻ കാണാത്ത കുട്ടികൾ കുടുങ്ങട്ടോ. ഈ വീഡിയോന്റെ അവസാനം ഞാൻ പറയുന്ന പോയിന്റ് കേട്ടോളൂ. ഒരു കാരണവശാലും ഒന്നാമത്തെ ആൻസർ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈ 31ാമത്തെ ആൻസർ എഴുതരുത് എന്ന്. നിങ്ങൾ ഓരോ പാർട്ടായിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞാൽ 2ാമത്തെ പാർട്ട്, 2ാമത്തെ പാർട്ട് കഴിഞ്ഞാൽ 3ാമത്തെ പാർട്ട്. ഇന്നിപ്പോ നിങ്ങൾക്ക് 2ാമത്തെ പാർട്ട് ഇച്ചിരി ടഫ് ആണെങ്കിൽ നിങ്ങൾ 1 കഴിഞ്ഞ് 3ാമത്തെ പാർട്ട് എഴുതിക്കോ. പക്ഷെ ആ പാർട്ടോടെ കംപ്ലീറ്റ് ആവണമെന്ന് എങ്കിൽ അതും നോക്കുന്ന ആൾക്ക് എന്തായിരിക്കും വളരെ ഈസി ആയിരിക്കും. അപ്പൊ 10 മിനിറ്റിൽ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കൂ. ഞാനിവിടെ 13 എന്നല്ലേ എഴുതിയിട്ടുള്ളൂ, 13 ANS എഴുതിക്കണോ? കുറെ ആളുകൾ കാണാം 13 ANS എന്നൊക്കെ എഴുതണ്. ഇങ്ങനൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഞങ്ങൾക്കറിയാം അത് ഉത്തരക്കടലാസാണ് എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞു തന്നിട്ട് വേണ്ട, അത് ആൻസർ ആണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് വേണ്ട, അത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ നമ്പർ മാത്രം അതും വൃത്തി കിട്ടാൻ മതി. കുറെ ആളുകൾ കാണാൻ ഇങ്ങനെ കെട്ടുകാണ് ഇങ്ങനെ ഒരു വരക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താ, ഇത് 3 ആണെന്ന് അറിയും. ഓരിങ്ങനെയാണല്ലോ 3 ഉദ്ദേശിച്ചത് അല്ലേ. ഇത് 7 ആണ്. നമ്മളിതിൽ ചില സമയത്ത് 7 ആണോ, ചിലപ്പോൾ ഇത് 1 ആണോ, ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വൃത്തിയില്ലാണ്ട് നമ്പർ ഇടരുത്. ഇടുന്ന നമ്പർ വളരെ ക്ലാരിറ്റി ഉണ്ടാവണം നിങ്ങൾ ഇടുന്ന എടുത്തിട്ടോ, ശ്രദ്ധിക്കണേ. അപ്പൊ ഈ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആൻസർ ചെയ്തത് ചെക്ക് ചെയ്യുക. നിങ്ങൾ ഹറിബറി കാണിക്കരുത്. ഈസി ആയിരിക്കും എക്സാം. അപ്പോൾ ഇനി എങ്ങനെയാണോ നിങ്ങൾ വേണ്ട ക്ലാസ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അടിയിൽ എന്ത് ചെയ്യുക, കോമെന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അടിയിൽ എന്ത് ചെയ്യുക, ഒന്ന് കോമെന്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ലവ് യു ഓൾ. ബൈ.